നെൽകർഷകരെ ചൂഷണം ചെയ്ത് മില്ലുകാർ നടത്തുന്ന കിഴിവ് കൊള്ളയ്ക്ക് സർക്കാർ ഒത്താശ ചെയ്യുകയാണെന്ന് AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. കർഷകരോടുള്ള അവഗണനയ്ക്ക് സർക്കാർ കനത്ത വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടനാട് നോർത്ത് സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കിഴിവ് കൊള്ളയ്ക്കെതിരെ നടന്ന രാപ്പകൽ സമരത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു KC വേണുഗോപാൽ. കർഷകർക്ക് കിളിർക്കാത്ത നെൽവിത്ത് നൽകിയത്, യഥാസമയം വളം നൽകാത്തത്, കേന്ദ്രം വർദ്ധിപ്പിച്ച നെല്ലുവില പോലും സംസ്ഥാന വിഹിതത്തിൽ വെട്ടിക്കുറച്ചത്, കൊയ്ത്ത് യന്ത്രത്തിന്റെ വാടക വർദ്ധിപ്പിച്ചത്, യഥാസമയം യന്ത്രങ്ങൾ എത്തിക്കാത്തത് ഉൾപ്പെടെയുള്ള കർഷകദ്രോഹ നടപടികൾക്കൊടുവിലാണ് ഇപ്പോൾ നെല്ലു സംഭരണത്തിൽ വൻ കിഴിവുകൊള്ളയും നടക്കുന്നത്. നെല്ലുവില നൽകാൻ വൈകിയാൽ അതിശക്തമായ രണ്ടാം ഘട്ട സമരം ആരംഭിക്കേണ്ടി വരുമെന്നും KC വേണുഗോപാൽ മുന്നറിയിപ്പ് നൽകി. കൃഷിക്കാരോട് അവർക്ക് താങ്ങാവുന്നതിനപ്പുറമുള്ള കിഴിവ് ആവശ്യപ്പെട്ടുകൊണ്ട് അവരെ വീണ്ടും ആത്മഹത്യയുടെ മുൻപിലേക്ക് തള്ളിവിടുകയാണ് കേരള സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞ്, മുട്ടാന്യായങ്ങൾ പറഞ്ഞ് കൃഷിക്കാരന്റെ കിഴിവ് യോജിക്കാണ് മില്ലുടമകൾ പറയും സർക്കാർ പറഞ്ഞിട്ടാണ്. സത്യത്തിൽ സഹായിക്കേണ്ടത് മില്ലുടമകളെയാണോ അല്ല കൃഷിക്കാരനെയാണോ? സർക്കാർ നിലപാട് വ്യക്തമാക്കണം. ഇടതുപക്ഷം എന്ന് പറയുന്ന സർക്കാർ കുട്ടനാട്ടിലെ ജനങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ള മുൻകാല കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ അങ്ങനെയൊക്കെയാണെന്നാണ് പറയാനുള്ളത്. പക്ഷെ ഇപ്പോൾ ഈ സർക്കാർ കൃഷിക്കാരെന്ന് പറഞ്ഞാൽ ആ കൃഷിക്കാരനെ ശത്രുവായി കാണുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. സമാപന സമ്മേളനത്തിൽ കോൺഗ്രസ് സൗത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ജോർജ് മാത്യു പഞ്ഞിമരം അധ്യക്ഷത വഹിച്ചു. സംഘടനാ ചുമതല വഹിക്കുന്ന KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് M ലിജു മുഖ്യപ്രഭാഷണം നടത്തി. രസീതുകൾ തരും, അതിന്റെ പേരിൽ കുട്ടനാട്ടിലെ കർഷകർ കടക്കാരാകും. ബാങ്കുകൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ, കുറെ കാലം കഴിയുമ്പോൾ സർക്കാർ കൊടുക്കാമെന്ന് പറയുന്ന പണം കൊടുക്കാത്തത് കാരണം കർഷകർ സിവിൽ സ്കോർ ഉൾപ്പെടെ കുറഞ്ഞ് ഒരു വിദ്യാഭ്യാസ വായ്പ പോലും, ഒരു തരത്തിലുള്ള വായ്പ പോലും ലഭിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും. ഓരോ കൊയ്ത്തുകാലവും ഓരോ കാർഷിക സീസണും നിരവധി മനുഷ്യരുടെ ആത്മത്യാഗത്തിന്റെ കഥനകഥകളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് എന്റെ യാഥാർത്ഥ്യം. എത്ര മനുഷ്യർ ആത്മഹത്യ ചെയ്യുന്നു. ക്രിസ് ഇൻഫാം ഡയറക്ടർ ഫാദർ തോമസ് താന്നിയത്ത്, KPCC സെക്രട്ടറി മാന്നാർ അബ്ദുൽ ലത്തീഫ്, നോർത്ത് ബ്ലോക്ക് പ്രസിഡന്റ് CV രാജീവ്, DCC ഭാരവാഹികളായ സജി ജോസഫ്, K ഗോപകുമാർ, JT റാംസെ, അഡ്വക്കേറ്റ് പ്രതാപൻ പറവേലി, പ്രമോദ് ചന്ദ്രൻ, UDF ചെയർമാൻ ജോസഫ് ചേക്കോടൻ, കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അലക്സ് മാത്യു, ജില്ലാ പ്രസിഡന്റ് മാത്യു ചെറുപറമ്പൻ, CB മൂലംകുന്നം, G സൂരജ് തുടങ്ങിയവർ സംസാരിച്ചു. ആശാവർക്കർമാർക്ക് ഓണറേറിയം നിഷേധിച്ചുവെന്നാരോപിച്ച് ആലപ്പുഴയിൽ ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഉപരോധം. DPM ഓഫീസറുടെ കസേരയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വാഴവെച്ചു. ആശാവർക്കർമാർക്ക് ഓണറേറിയം നിഷേധിച്ചുവെന്നാരോപിച്ചാണ് ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചത്. പെരുന്നാളിൽ 2 ദിവസം കഴിയുമ്പോൾ പെരുന്നാളാണ്. 146 പേർ ഒരു ദിവസം ആലപ്പുഴയിൽ നിന്ന് പോയി സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിലാണ് ഇന്ന് ഇത്രയും അധികം 146 പേർക്ക് ശമ്പളം കൊടുക്കാതെ, ഇന്ന് അവസാനത്തെ വർക്കിംഗ് ഡേ ആണ്. ആ അവസാനത്തെ വർക്കിംഗ് ഡേയിൽ ശമ്പളം കൊടുക്കാതെ DPM എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ രാവിലെ വിളിച്ചപ്പോൾ പറഞ്ഞു കളക്ടറേറ്റിൽ മീറ്റിംഗ് ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്തിൽ മീറ്റിംഗ് ആണെന്ന് പറഞ്ഞു. ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരെയും ഞങ്ങളുടെ ജനപ്രതിനിധികളെയും വിളിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങി. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഈ ശമ്പളം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ഇന്ന് വൈകുന്നേരം അവർക്ക് ശമ്പളം കിട്ടിയില്ലെങ്കിൽ നാളെയും മറ്റന്നാളും അടക്കമുള്ള ദിവസങ്ങളിൽ, പെരുന്നാൾ അടക്കമുള്ള കാര്യങ്ങൾ കടന്നു വരുന്നു. ആ ദിവസങ്ങളിൽ അവർക്ക് 7000 രൂപ എന്ന് പറയുന്ന ആ തുച്ഛമായ ശമ്പളം കൊടുത്തില്ലെങ്കിൽ അവരെങ്ങനെയാണ് അവരുടെ കൂട്ടത്തിലുള്ളവർ പെരുന്നാൾ ആഘോഷിക്കുക? അവരെങ്ങനെയാണ് അവരുടെ വീട്ടിലെ കൊച്ചു കുട്ടികൾക്ക് ഒരു ഉടുപ്പ് വാങ്ങിക്കൊടുക്കുക? അവരുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റു കാര്യങ്ങളിൽ ഒരു പൈസ എടുത്ത് ചെലവാക്കുന്നത് എങ്ങനെയാണ്? DPM വന്നിട്ടേ സമരം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് പ്രവർത്തകർ വാശി പിടിച്ചതിനെ തുടർന്ന് ആലപ്പുഴ DYSPയുടെ നേതൃത്വത്തിൽ DPMഉം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിലുള്ള ചർച്ചകൾ നടന്നു. DPMന്റെ നടപടിയിൽ തൃപ്തരല്ലെന്ന് പറഞ്ഞ് വീണ്ടും സമരം തുടർന്നു. തുടർന്ന് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ഇന്ന് തന്നെ ആശാവർക്കർമാർക്ക് ശമ്പളം കിട്ടുമെന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കവേ DPM അറിയിച്ചു.
ആർ ഹേലി കാർഷിക മേഖലയിലെ സർവ്വവിജ്ഞാനകോശം എന്ന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ്. ആലപ്പുഴ ജില്ലയിലെ മികച്ച സമ്മിശ്ര കർഷകന് നൽകി വരുന്ന ആർ ഹേലി സ്മാരക കർഷക ശ്രേഷ്ഠ പുരസ്കാരം ജോസഫ് കോര മാമ്പഴക്കരിക്ക് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കണമെന്നും 2025 തന്നെ കായൽ രത്ന എന്ന പേരിൽ കുട്ടനാടിൻ്റെ അരി പുറത്തിറക്കണമെന്നും പി പ്രസാദ് നിർദ്ദേശിച്ചു. ആർ ഹേലിയുടെ സ്മരണാർത്ഥം അദ്ദേഹത്തിൻ്റെ മക്കളായ പ്രശാന്ത് ഹേലിയും പൂർണിമ ഹേലിയും ചേർന്നാണ് അവാർഡ് സ്പോൺസർ ചെയ്തത്. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അധ്യക്ഷനായി. അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി സെക്രട്ടറി രവി പാലത്തുങ്കൽ, കായൽ കൃഷി ഗവേഷണ കേന്ദ്രം ഡയറക്ടർ അമ്പിളി കുമാർ, മുൻ കർഷകമിത്ര അവാർഡ് ജേതാവ് TS വിശ്വൻ, അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി ഭാരവാഹികൾ, കർഷകർ, മറ്റുദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ലവ് ജിഹാദ് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന തെറ്റായ പരാമർശമാണെന്ന് സോഷ്യൽ ജസ്റ്റിസ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് KM വർഗീസ്. ചങ്ങനാശ്ശേരി പെരുന്ന ഗവൺമെന്റ് LP സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച മാനവീയം സാംസ്കാരിക കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളെയും ഏകോദര സഹോദരന്മാരാക്കി മാറ്റുവാനും കഴിയുന്ന നിലയിലേക്ക് നമ്മുടെ സമൂഹം മുന്നേറേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾ മനുഷ്യരാകുവാൻ പഠിക്കണം. നന്മയും സ്നേഹമുള്ളവരുമായിട്ട് നമ്മുടെ കുട്ടികൾ മാറണം. കുട്ടികൾ മൂല്യമുള്ളവരായി മാറണം. പരസ്പരം ബന്ധമില്ലാത്തവരായിട്ട്, സ്നേഹമില്ലാത്തവരായിട്ട് നമ്മുടെ കുട്ടികൾ മാറുന്നു എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. സമ്മേളനത്തിൽ താലൂക്ക് പ്രസിഡന്റ് NG കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. കലാ സാംസ്കാരിക മാധ്യമ പ്രവർത്തകരായ വാഴപ്പള്ളി TS സതീഷ് കുമാർ, ലത്തീഫ് മുല്ലശ്ശേരി, സജീവ് തോമസ്, ഷിജു S നായർ, രാജ അബ്ദുൽ ഖാദർ, T രഞ്ജിത്ത്, ബെന്നി ചിറയിൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പ്രതിഭാ സംഗമം മാധ്യമപ്രവർത്തകൻ സണ്ണി ചെറിയാനും കുഞ്ഞിളം കയ്യിൽ സമ്മാന വിതരണം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ജോഷിബ ജെയിംസും ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി ഷീല ദിലീപ് അധ്യാപകരെയും മാതാപിതാക്കളെയും ആദരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം അഞ്ജു രാജേഷ് മതേതര സന്ദേശ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. TY ജോയി, ദിലീപ് തച്ചേരിൽ, UD ഉല്ലാസ്, സോബിൻ P സോമൻ, MM മുസ്തഫ, സേതു സന്തോഷ്, ശില്പ വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ജെസ്സി P ജോൺ സ്വാഗതവും താലൂക്ക് ട്രഷറർ M സംഗീത കൃതജ്ഞതയും പറഞ്ഞു. കുട്ടമംഗലം ഗവൺമെന്റ് LP സ്കൂളിന് കൈനഗിരി ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയ ഓഡിറ്റോറിയത്തിന്റെയും സ്റ്റേജിന്റെയും ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടന്നു. സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MC പ്രസാദ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഞങ്ങൾ തുടക്കത്തിൽ കുട്ടമംഗലം ഗവൺമെന്റ് LP സ്കൂളിന് വേണ്ടി നിരന്തരമായി ജാഗ്രതയോടെ ഇടപെടാൻ കഴിയുന്ന ഒരു പഞ്ചായത്താണ് ഗ്രാമപഞ്ചായത്ത്. ഒടുക്കത്തിലും അത് ചെയ്യാൻ കഴിയുമെന്നുള്ള അഭിമാനമാണ് ഞങ്ങൾക്കുള്ളത്. എന്താണ്, ഞങ്ങളുടെ കാലാവധി തീരാൻ പോവുകയാണ്. ഗ്രാമപഞ്ചായത്തിന്റെ കാലാവധി തീരുമ്പോഴും ഒടുക്കത്തിലും തുടക്കത്തിലും കുട്ടമംഗലം ഗവൺമെന്റ് LP സ്കൂളിനെ ഏറെ ചേർത്ത് പിടിച്ച ഒരു ഗ്രാമപഞ്ചായത്താണ് കൈനഗിരി ഗ്രാമപഞ്ചായത്ത്. ചടങ്ങിൽ കൈനഗിരി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നോബിൻ P ജോൺ അധ്യക്ഷനായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA പ്രമോദ്, വാർഡ് മെമ്പർ കവിത സാബു, SMC ചെയർമാൻ BK വിനോദ്, മാതൃസംഗമം ചെയർപേഴ്സൺ ബിന്ദു, ഹെഡ്മാസ്റ്റർ AA മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ക്യാഷ് അവാർഡുകളും വിതരണം ചെയ്തു. കുട്ടികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. മങ്കൊമ്പ് ഗവൺമെന്റ് LP സ്കൂളിൽ പ്രീ പ്രൈമറി കുട്ടികളുടെ സമഗ്ര വികസനത്തിനായി പണികഴിപ്പിച്ച വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച നടന്നു. ലോകബാങ്കിന്റെ സഹകരണത്തോടെ സമഗ്ര ശിക്ഷ കേരള 10 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് വർണ്ണക്കൂടാരം നിർമ്മിച്ചത്. കുട്ടികളുടെ സാമൂഹിക, ശാരീരിക, മാനസിക വികാസം ലക്ഷ്യം വെച്ച് ക്ലാസ് മുറിയിലും പുറത്തുമായി 13 ഇടങ്ങൾ സജ്ജീകരിച്ചാണ് വർണ്ണക്കൂടാരം ഒരുക്കിയത്. പാർക്ക്, വരയ്ക്കാനുള്ള ഇടം, ഇരിപ്പിടങ്ങൾ, കളിക്കാനുള്ള ഉപകരണങ്ങൾ എന്നിവയ്ക്കൊപ്പം റോഡ് നിയമങ്ങളെക്കുറിച്ച് കുട്ടികളെ ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടെ ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. പൂച്ചെടികൾ കൊണ്ട് മനോഹരമാക്കിയ വർണ്ണക്കൂടാരം പുളിങ്കുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീനു ജോസഫ് ഉദ്ഘാടനം ചെയ്തു.
സ്കൂൾ കുട്ടികളോടൊപ്പം തന്നെ ഞങ്ങളും ഒരേ യൂണിഫോമിൽ ധരിച്ചാണ് ഞങ്ങൾ എത്തിച്ചേരുക. യൂണിഫോം എന്നതിന്റെ ഉദ്ദേശം തന്നെ എന്തോ ഒരേ മനസ്സും ഒരേ ശരീരം ഒരേ പ്രവർത്തനം, ഇതാണ് നമ്മൾ യൂണിഫോം കൊണ്ട് ഉദ്ദേശിക്കുക. അപ്പൊ കുട്ടികളോടൊപ്പം ചേർന്നുകൊണ്ട് അധ്യാപകരും യൂണിഫോമിൽ വരിക, അത് വളരെ സന്തോഷം നിറഞ്ഞ ഒരു സമയം തന്നെയാണ്. ഉദ്ഘാടന സമ്മേളനത്തിൽ പുളിങ്ങുന്ന് ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ്മ ജോസഫ് അധ്യക്ഷത വഹിച്ചു. ബിഗ് ബോസ് താരം സിജോ ജോൺ മുഖ്യാതിഥിയായി. സ്കൂൾ ഹെഡ്മിസ്ട്രസ് എൽസമ്മ ദേവസ്യ, PS ശ്രീജിത്ത്, KS ശ്രീലത, S ജതീന്ദ്രൻ, PA മനോജ്, സവിത ശേഖർ, സജിത S നായർ, ഏഞ്ചലീന ലിനു തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടനത്തിന് മുന്നോടിയായി വെള്ളിയാഴ്ച വൈകിട്ട് നടത്തിയ വിളംബര ജാഥ വർണ്ണാഭമായി. സ്കൂളിൽ നിന്ന് ആരംഭിച്ച ജാഥയിൽ വിവിധ വേഷങ്ങൾ ധരിച്ചാണ് കുട്ടികൾ പങ്കെടുത്തത്. AC റോഡിൽ മങ്കൊമ്പ് ജംഗ്ഷൻ വരെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു ജാഥ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ച് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികൾ കത്തയച്ചു. തൊഴിലാളികളുടെ ദിവസവേതനം 369 രൂപയായി വർദ്ധിപ്പിച്ചതിനാണ് തലവടി പഞ്ചായത്തിലെ 11ാം വാർഡ് തൊഴിലുറപ്പ് തൊഴിലാളികൾ പ്രധാനമന്ത്രിക്ക് കത്തയച്ചത്. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ദിവസവേതനം 369 രൂപയാക്കി വർദ്ധിപ്പിച്ച പ്രധാനമന്ത്രിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് താങ്ക് യു മോഡി പറഞ്ഞുകൊണ്ട് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ മുഴുവൻ തൊഴിലാളികളും പ്രധാനമന്ത്രിക്ക് അഭിനന്ദനം അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്റ് കാർഡ് ഇന്ന് തലവടി പോസ്റ്റ് ഓഫീസിൽ നിന്ന് പോസ്റ്റ് ചെയ്യുകയാണ്. അതിന്റെ ഭാഗമായി തൊഴിലുറപ്പ് സ്ഥലത്തെ സഹോദരിമാർ അവർ തയ്യാറാക്കിയ പോസ്റ്റ് കാർഡാണ് ഇന്ന് ഇത് പോസ്റ്റ് ചെയ്യുന്നത്. പ്രധാനമന്ത്രിക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ പറയുന്നു. അതുപോലെ തന്നെ ഇവരുടെ കൂലി ഇച്ചിരൂടെ വർദ്ധിപ്പിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. അതുകൂടെ പരിഗണിക്കണമെന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. തൊഴിൽ ദിനങ്ങളുടെ എണ്ണത്തിൽ 100-ൽ നിന്നും 150 വർദ്ധിപ്പിക്കണമെന്നൊരു ആവശ്യം കൂടി ഇവർ പറയുന്നുണ്ട്. അതിനുള്ള നടപടിയോടെ ഈ അവസരത്തിൽ അതിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ ചെയ്യണം. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. മേറ്റുമാരായ സരിത രാജ്, ശാന്തി പ്രകാശ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. പുളിങ്ങുന്ന് ലഹരി വിരുദ്ധ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ വനിതകളുടെ കൂട്ടനടത്തം സംഘടിപ്പിച്ചു. മാർച്ച് 28 വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് പുളിങ്ങുന്ന് എഞ്ചിനീയറിംഗ് കോളേജ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച കൂട്ടനടത്തം കുസാറ്റ് പ്രിൻസിപ്പൽ ആശാലത ഫ്ളാഗ് ഓഫ് ചെയ്തു. ഈ പുളിങ്ങുന്ന് നിവാസികളായിട്ടുള്ള സ്ത്രീജനങ്ങളും ഒപ്പം അവരെ സപ്പോർട്ട് ചെയ്യുന്ന സഹോദരന്മാരും അടങ്ങുന്ന ഒരു വലിയ സമൂഹം ഇതിലേക്ക് ഇറങ്ങി തിരിച്ചു എന്ന ചിന്ത, ആ ഒരു തീരുമാനം അഭിമാനത്തോടുകൂടി ഞാൻ കാണുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, സമ്മിശ്രമായ ഒരു വികാരത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ മക്കൾ, ആരോടും പ്രത്യേകിച്ച് പറയണ്ട, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് രാവിലെ പത്രം എടുക്കുമ്പോൾ തന്നെ നമ്മൾ ഭയത്തോടു കൂടിയാണ് എടുക്കുന്നത്. അല്ലെ, TV കാണുമ്പോഴും നമ്മൾ ഭയപ്പാടോടുകൂടിയാണ് കാണുന്നത്, അല്ലേ? എന്ത് വാർത്തയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്? അല്ലെങ്കിൽ TV തുറന്നാൽ അപ്പം തന്നെ ചാനൽ മാറ്റുന്ന രീതിയിലുള്ള ഭീകരമായ വാർത്തകൾ കേട്ടിട്ടാണ് ഓരോ ദിവസവും നമ്മൾ കടന്നു പോകുന്നത്. ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇത് നമ്മുടെ നാടിന് അപ്രാപ്യമായ ഒരു കാര്യമായി. നമ്മുടെ നാട് കേട്ടിട്ടില്ലാത്ത കുറേ പുതിയ പുതിയ വാർത്തകളും കഥകളും ഒക്കെയാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് അംഗം അമ്പിളി T. ജോസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് പ്രീതി സജി, സന്ധ്യ സുരേഷ്, വാർഡ് മെമ്പർമാരായ ലീലാമ്മ ജോസഫ്, രജനി ഉത്തമൻ, CDS ചെയർപേഴ്സൺ ലക്ഷ്മിക്കുട്ടിയമ്മ എന്നിവർ സംസാരിച്ചു. ജനകീയ സമിതി കൺവീനർ ജോസ് തോമസ്, പ്രസാദ് ബാലകൃഷ്ണൻ, KJ ജോസഫ്, ഇഗ്നേഷ്യസ് പീറ്റർ, PC ഫ്രാൻസിസ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. മദ്യത്തിനും മയക്കുമരുന്നിനുമൊപ്പം നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തെയും അവരുടെ ചിന്താഗതിയെയും അവരുടെ ബുദ്ധിയെയും ബാധിക്കുന്ന ഇത്തരത്തിലുള്ള രാസലഹരികളുടെ ഉപയോഗം നമ്മുടെ നാട്ടിലെ യുവതലമുറയുടെ ഭാവി നശിപ്പിക്കുന്നതാണ്. രാമങ്കരി സഹൃദയ സ്പെഷ്യൽ സ്കൂളിന്റെ 24ാമത് വാർഷികാഘോഷങ്ങൾ വർണ്ണാഭമായി. റവറന്റ് ഡോക്ടർ സ്കറിയ കന്യാകോണിൽ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് പ്രത്യേക പരിഗണന കൊടുത്ത് വിദ്യാഭ്യാസം നൽകുന്ന ഒരു സ്ഥാപനം കത്തോലിക്ക സഭയുടെ ഔദ്യോഗികമായിട്ടുള്ളൊരു പ്രബോധനമാണ് മനുഷ്യജീവൻ ഏത് രൂപത്തിലും ഭാവത്തിലും ആയിക്കൊള്ളട്ടെ അതിന്റെ ആരംഭം മുതൽ അവസാനം വരെ നാം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും അതുകൊണ്ട് തന്നെ സേവിക്കുകയും ചെയ്യണം.
സിസ്റ്റർ ബെറ്റി നമ്മളോട് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് ഇവർ ദൈവത്തിന്റെ ഒരു ദാനമാണ്. അതുകൊണ്ടാണ് സഭയുടെ സാമൂഹിക പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനത്തെയുള്ള സ്പെഷ്യൽ സ്കൂളുകൾ നടത്തുന്നത്. രാമങ്കരി സഹൃദയ സ്പെഷ്യൽ സ്കൂളിൽ വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3-ന് ആരംഭിച്ച സമ്മേളനത്തിൽ ചങ്ങനാശ്ശേരി പ്രൊവിൻഷ്യൽ കൗൺസിലർ സിസ്റ്റർ ബെറ്റി റോസ് കവലയ്ക്കൽ SABS അധ്യക്ഷയായി. മുട്ടാർ ഹെൽത്ത് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പൂർണിമ, വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആശ ജോസഫ്, രാമങ്കരി ഗ്രാമപഞ്ചായത്ത് അംഗം കുഞ്ഞുമോൾ ശിവദാസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഇന്നലകളിൽ ഇന്ന് ഇന്നേ തീയതിയിൽ കഴിഞ്ഞ കാലത്തിന്റെ നാൾവഴികളിലെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തെക്കുറിച്ച് ഒരു ലഘു വിവരണം. ഇന്നലകളിൽ ഇന്ന്. മാർച്ച് 29 ബ്രിട്ടീഷ് സാമ്രാജ്യം തിരുവിതാംകൂറിൽ കാലുകുത്താതിരിക്കാൻ പോരാടിയ വേലുത്തമ്പി ദളവയുടെ വീരാഹുതി ദിനം. 1857 മഹത്തായ ഒന്നാം സംഘടിത സ്വാതന്ത്ര്യ സമരത്തിനും 48 വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ജനകീയ വിമോചന സമരം നടന്നത് കൊല്ലത്തിന്റെ മണ്ണിലാണ്. ഒരുപക്ഷെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ആദ്യത്തെ അത്യുജ്വലവും സ്വാഭിമാനകരവുമായ പോരാട്ടം നടത്തിയത് വേലുത്തമ്പി ദളവയായിരുന്നു. 10ാം വയസ്സു മുതൽ തലക്കുളത്തെ വലിയ കളരിയിൽ കായികാഭ്യാസം നേടിയ വേലായുധൻ 18ാം വയസ്സിൽ ഹിരണ്യനെല്ലൂർ നാട്ടുകൂട്ടത്തിലെ പ്രധാനിയായി. കുടിപ്പകകൾ ഒഴിവാക്കാനും പൊതുപ്രശ്നങ്ങൾ പരിഹരിക്കാനും ജാതി മത പ്രായഭേദമില്ലാതെ എല്ലാവരും ആശ്രയിച്ചിരുന്നത് വേലുത്തമ്പിയായിരുന്നു. 1785 കാർത്തിക തിരുനാൾ മഹാരാജാവ് കൽക്കുളം തെക്കേ മണ്ഡപം കാര്യക്കാരനായി അദ്ദേഹത്തെ നിയമിച്ചു. തിരുവിതാംകൂറിനെ സഹായിക്കാനെന്ന പേരിൽ ബ്രിട്ടീഷുകാർ ജനദ്രോഹം മുഖമുദ്രയാക്കി നാടിനെ കീഴടക്കാനാണ് ശ്രമിക്കുന്നതെന്ന് മനസ്സിലാക്കിയ വേലുത്തമ്പി അവർക്കെതിരെ തിരിഞ്ഞു. ഇതിനിടെ മഹാരാജാവ് അദ്ദേഹത്തെ ദളവയായി നിയമിച്ചിരുന്നു. കൊല്ലം കേന്ദ്രമാക്കി ബ്രിട്ടീഷുകാർക്കെതിരെ വേലുത്തമ്പി ആരംഭിച്ച യുദ്ധം അക്ഷരാർത്ഥത്തിൽ അവരെ ശ്വാസം മുട്ടിച്ചു. 1809 ജനുവരി 16-ാം തീയതി കുണ്ടറ ഇളമ്പള്ളൂർക്കാവിലെ പടകുടീരത്തിൽ നിന്നും പുറപ്പെടുവിച്ച മഹത്തായ കുണ്ടറ വിളംബരം പ്രഖ്യാപനത്തിലൂടെ നാട്ടിലാകെ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം അണപൊട്ടി ഒഴുകി. കുണ്ടറ വിളംബരത്തിനു ശേഷം വേലുത്തമ്പി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മാറി മാറി ഒളിവിൽ കഴിഞ്ഞു. ഒടുവിൽ മണ്ണടിയിൽ ചേന്നമംഗലത്ത് മഠത്തിൽ ഒളിവിൽ കഴിയവേ ബ്രിട്ടീഷ് സൈന്യം ക്ഷേത്രം വളഞ്ഞു. കീഴടങ്ങേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം സ്വന്തം കഠാര നെഞ്ചിൽ കുത്തിയിറക്കി സ്വയം മരണം വരിക്കുകയായിരുന്നു. പിശാചുക്കൾക്ക് ഒരിക്കലും എന്നെ ജീവനോടെ പിടിക്കാനാവില്ല എന്ന വേലുത്തമ്പിയുടെ വാക്കുകൾ സത്യമായി ഭവിച്ചു. മരണാനന്തരം ആ ഭൗതിക ശരീരത്തോട് പോലും മാന്യത കാണിക്കാൻ തയ്യാറായില്ല വേഷത്തിൽ മാത്രം പരിഷ്കൃതരായ ബ്രിട്ടീഷ് കാട്ടാളന്മാർ എന്നത് ചരിത്രം. ഭാരതം കണ്ട ആദ്യ ജനകീയ പോരാളിയുടെ പോരാട്ട ചരിത്രം പക്ഷേ സത്യസന്ധമായി എങ്ങും കുറിക്കപ്പെടാതെ പോയി. എങ്കിലും 216 സംവത്സരങ്ങൾക്കിപ്പുറം നിന്ന് നമുക്കോർക്കാം വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്ന വേലുത്തമ്പിയെയും അദ്ദേഹത്തിന്റെ വീരാഹുതിയെയും കുറിച്ച്. ആലപ്പുഴയുടെ ഗ്രാമീണ മേഖലയിൽ സമഗ്ര ആരോഗ്യം എന്ന ലക്ഷ്യവുമായി കെയർ ഫോർ ആലപ്പി സംഘടിപ്പിക്കുന്ന ഫെസ്റ്റിവൽ ഓഫ് വെൽനസ് ഏപ്രിൽ 5-ന് കൈനഗരിയിൽ തുടക്കമാകും. കൈനഗരി ഹോളി ഫാമിലി സ്കൂളിൽ രാവിലെ 6 മുതൽ വൈകുന്നേരം 4 വരെ നടക്കുന്ന പരിപാടി ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇപ്പോൾ ഏകദേശം 8ഓളം പ്രോജക്റ്റുകൾ ഇപ്പോൾ കെയർ ഫോർ ആലപ്പി ആലപ്പുഴ ജില്ലയിൽ ചെയ്തു കഴിഞ്ഞു. നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നതാണ് ഇപ്പം ഹെൽത്തിനെ കുറിച്ച് വേണ്ടി വലിയൊരു കാര്യം സർവേ നടത്തിയപ്പം ഭയങ്കര റിപ്പോർട്ട് വന്നത്. കുട്ടനാടാണ് നമുക്ക് വന്ന റിപ്പോർട്ട്. അപ്പോൾ അതിൻ്റെ പ്രകാരം ഗവൺമെൻറ് തലത്തിൽ ക്യാൻസറിൻ്റെ അത് ഡിറ്റക്ഷൻ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ക്യാൻസർ കൂടാതെ തന്നെ ഓർത്തോപീഡിക്ക്, അതേപോലെ തന്നെ ജനറൽ മെഡിസിൻ, അതേപോലെ തന്നെ ഗൈനക്ക്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ പറഞ്ഞ കുട്ടനാട് മേഖലയിൽ ഉണ്ടെന്നുള്ള ഒരു സർവേ കിട്ടിയ പ്രകാരമാണ് നമ്മൾ കുട്ടനാട് കൈനഗരി പഞ്ചായത്തുമായിട്ട് ചേർന്നുകൊണ്ടാണ് ഈ ആരോഗ്യോത്സവം ഫെസ്റ്റിവൽ ഓഫ് വെൽനസ് തുടക്കം കുറിച്ചത്. കൈനഗരി ഗ്രാമപഞ്ചായത്തുമായി സഹകരിച്ച് നടത്തുന്ന പരിപാടിയുടെ ഭാഗമായി കുട്ടനാട് മാരത്തൺ, മില്ലറ്റ് പ്രഭാത ഭക്ഷണം, സൗജന്യ മെഡിക്കൽ പരിശോധനകൾ, ആരോഗ്യ വർക്ക്ഷോപ്പുകൾ, വെൽനസ് സെഷനുകൾ, ഫിറ്റ്നസ് ഡെമോകൾ, ആരോഗ്യപരമായ ജീവിത നുറുങ്ങുകൾ, തുടർബാല്യം എന്നിവ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കൈനഗരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MC പ്രസാദ്, കെയർ ഫോർ ആലപ്പി ഭാരവാഹികളായ ബ്രിഗേഡിയർ CV അജയ്, പ്രേം സായി ഹരിദാസ്, K രാമചന്ദ്രൻ പിള്ള, ഡോക്ടർ ജെറി മാത്യൂസ്, കേണൽ C വിജയകുമാർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.
പാടി മാർക്കറ്റിംഗ് ഉദ്യോഗസ്ഥരും മില്ലുടമകളും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് അവസാനിപ്പിക്കുവാൻ സർക്കാർ ഉണർന്നു പ്രവർത്തിക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ്. അനാവശ്യ കിഴിവ് ഈടാക്കി കർഷകരുടെ ആത്മവീര്യം തകർക്കരുതെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. കൈകാര്യ ചെലവ് സർക്കാർ പൂർണ്ണമായും ഏറ്റെടുക്കണമെന്നും നെല്ലുവില രൊക്കം കർഷകർക്ക് നൽകാൻ ബജറ്റിൽ റിവോൾവിംഗ് ഫണ്ട് നീക്കിവെക്കണമെന്നും കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെട്ടു. കുട്ടനാട്ടിലെ വിവിധ പള്ളികളുടെ സഹകരണത്തോടെ നടത്തിയ കർഷക പ്രതിഷേധ സമരം കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സെക്രട്ടറി ടോമിച്ചൻ അയ്യരുകുളങ്ങര ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് കുഞ്ഞുമോൻ തൂമ്പുങ്കൽ അധ്യക്ഷത വഹിച്ചു. അതിരൂപത സെക്രട്ടറിമാരായ സൈബി അക്കര, KS ആന്റണി, ജനറൽ സെക്രട്ടറി ഔസേപ്പച്ചൻ ചെറുകാട്, ട്രഷറർ KP മാത്യു, തോമസ് കുട്ടി മണക്കുന്നേൽ, ജോസി കല്ലുകളം, ബേബിച്ചൻ പുത്തൻപറമ്പ്, ജോസുകുട്ടി കുട്ടമ്പേരൂർ, ലിസി ജോസ് പൗവക്കര, പിതൃവേദി ചങ്ങനാശ്ശേരി അതിരൂപത ജനറൽ സെക്രട്ടറി ജോഷി കൊല്ലാപുരം തുടങ്ങിയവർ സംസാരിച്ചു. തലവടി ചൂട്ടുമാലി ഗവൺമെന്റ് LP സ്കൂളിലെ പഠനോത്സവവും വാർഷികാഘോഷവും നടന്നു. CDS അംഗം രാജമ്മ സന്തോഷ് അധ്യക്ഷത വഹിച്ച പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോജി എബ്രഹാം നിർവഹിച്ചു. ശാരീരികമായിട്ടുള്ള ഓട്ടത്തിന്റെ അലച്ചിലുണ്ട്. ഇതൊന്നും വകവെക്കാതെ എൻ്റെ കുട്ടികൾ എൻ്റെ സ്കൂള് എന്ന രീതിയിലാണ് ഒരു പ്രൊഫഷണൽ രീതിയിൽ ശമ്പളത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളല്ല. അധ്യാപക വൃത്തിയോട് 100% നീതി പുലർത്തുന്ന ആളാണ്. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വൈഫുണ്ടായിട്ട് പറഞ്ഞതിന്റെ മോശം അങ്ങനെ ഉണർത്തിയിട്ടാണ് മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു എബ്രഹാം അവാർഡ് വിതരണം നിർവഹിക്കുകയും സ്റ്റാഫ് സെക്രട്ടറി അലോഷ്യസ് ജോസഫ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്തു. തലവടി AEO K സന്തോഷ് ആദരവ് സമർപ്പിച്ചു. ഹെഡ് മിസ്ട്രസ് J രാജി, തലവടി BPC ഗോപാലാൽ, സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് KN മോഹൻദാസ്, PTA സെക്രട്ടറി P പ്രേംകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ആശാപ്രവർത്തകരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് സമരം ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് വെളിയനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വെളിയനാട് ഗ്രാമപഞ്ചായത്ത് പടിക്കൽ ധർണാ സമരം സംഘടിപ്പിച്ചു. KPCCയുടെ നിർദ്ദേശപ്രകാരം നടന്ന ധർണ ആലപ്പുഴ DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. 3ാം ഘട്ടം എന്ന നിലയിലാണ് നിരാഹാര സമരം നടക്കുന്നത്. ഇപ്പൊ നിരാഹാര സമരം ഇന്ന് 8ാമത്തെ ദിവസമാണ്. സെക്രട്ടേറിയറ്റിന്റെ മുന്നിലൊക്കെ വലിയ സമരങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇത് ആശാവർക്കർമാർ, കേരളത്തിലെ 26,478 പേര് വരുന്ന ആശാവർക്കർമാർ അവരുടെ ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി, അവരുടെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു സമരം. ഈ സമരം സമ്പാദിക്കുവാൻ വേണ്ടി നടത്തുന്ന ഒരു സമരമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിൽ ആശാവർക്കർമാർക്ക് നൽകുന്ന ഓണറേറിയം വെറും 7,000 രൂപ മാത്രമാണ്. കേരളത്തിൽ ആശാവർക്കർമാരുടെ ഓണറേറിയം വെറും 700 രൂപ മാത്രമാണെന്നും കഴിഞ്ഞ പ്രളയകാലത്തും കോവിഡ് കാലത്തുമൊക്കെ ആത്മാർത്ഥമായ പ്രവർത്തനം ആരോഗ്യമേഖലയിൽ നൽകിയ ആശാപ്രവർത്തകരെ ആക്ഷേപിക്കുന്ന പ്രസ്താവനകളാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമൊക്കെ നടത്തുന്നതെന്നും സജി ജോസഫ് ആരോപിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് AK കുഞ്ചറിയ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കർഷക കോൺഗ്രസ് കുട്ടനാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് G സൂരജ് മുഖ്യപ്രഭാഷണം നടത്തി. AK സോമനാഥൻ, അലക്സാണ്ടർ വാഴയിൽ, സന്തോഷ് തോമസ്, സിന്ധു സൂരജ്, ആന്റണി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. മാന്നാർ വാവുക്കര കരയോഗം UP സ്കൂളിൽ 2024-25 അധ്യയന വർഷത്തിലെ 7ാം ക്ലാസ് കുട്ടികളുടെ യാത്രയയപ്പ് സമ്മേളനം കഴിഞ്ഞ ദിവസം നടന്നു. പ്രാഗൽഭ്യം തെളിയിച്ച അധ്യാപകർക്കുള്ള അവാർഡ് ദാനവും ഇതോടനുബന്ധിച്ച് നടന്നു. സ്കൂൾ അധ്യാപകൻ ഗീവർഗീസ് അധ്യക്ഷത വഹിച്ച യോഗം സ്നേഹാലയം ഓൾഡ് ഹോം മാനേജിംഗ് ഡയറക്ടർ ഫാദർ മനോജം കോശി വൈദ്യൻ ഉദ്ഘാടനം ചെയ്തു. 8 വയസ്സ് മുതൽ ഒരു 13 വയസ്സ് അല്ലെങ്കിൽ 15 വയസ്സ് വരെയാണ് ഒരു കുട്ടിയെ മോൾഡാക്കി എടുക്കുവാൻ നമുക്ക് പറ്റുന്ന ഒരു പ്രായം. അതിനപ്പുറത്തേക്കായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പാടാണ്. ആ സമയമാണ് അധ്യാപകരെന്ന് പറയുന്ന വലിയ ആ കലവറയുടെ അവരുടെ ഊർജവും കരുത്തും ചിന്തകളും ഒക്കെ അവരുടെ മക്കളെക്കാൾ അധികമായി സ്നേഹിച്ചുകൊണ്ടും കരുതിക്കൊണ്ടും നിങ്ങളെ പുലർത്തുന്നത്, പരിപാലിക്കുന്നത്. നിങ്ങളെ അടിക്കുന്നത്, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ അടിക്കുന്നത് നിങ്ങളോടുള്ള ശത്രുത കൊണ്ടാണോ? ആണോ? അല്ല. പിന്നെന്തുകൊണ്ടാണ്? തെറ്റിനെ തിരിച്ചറിയാനും നിങ്ങളെ നല്ല പാതയിലേക്ക് കൊണ്ടുവരുവാനും. നിങ്ങൾ നല്ലത് ചെയ്താൽ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ അടിക്കുമോ? ഇല്ല. ഫോക്ലോർ കലാകാരൻ അജയ് കടമ്പൂരിനെ ചടങ്ങിൽ ആദരിച്ചു. മാന്നാർ മീഡിയ സെന്റർ സെക്രട്ടറി അൻഷാദ് മാന്നാർ,
സ്കൂൾ മാനേജർ സന്ദീപ്, സ്കൂൾ ഹെഡ്മിസ്ട്രസ് സന്ധ്യ കെ പിള്ള, അധ്യാപിക അനിപ്രഭ എന്നിവർ സംസാരിച്ചു. സന്ധ്യ ടീച്ചർ രചന നിർവഹിച്ച നാടകത്തിലെ അഭിനേതാക്കൾക്ക് മാന്നാർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ കമ്മ്യൂണിറ്റി കൗൺസിലർ പ്രജിത PJ അവാർഡുകൾ വിതരണം ചെയ്തു. മാന്നാർ നാഷണൽ ഗ്രന്ഥശാലയുടെയും ആഭേരി ഗാനമിത്രയുടെയും സംയുക്താഭിമുഖ്യത്തിൽ P. ഭാസ്കരൻ, ONV ദേവരാജൻ അനുസ്മരണം നടത്തി. നാഷണൽ ഗ്രന്ഥശാലയിൽ നടന്ന അനുസ്മരണ പരിപാടിയുടെ ഉദ്ഘാടനം ചെറുകഥാകൃത്ത് മധു തൃപ്പരുന്ത്ര നിർവഹിച്ചു. ഞാനത് കൗതുകപൂർവ്വം എടുത്ത് വായിച്ചു. ഒരു ചെറുകഥ എന്നുള്ള നിലയിൽ ആ കഥ നമുക്ക് അംഗീകരിക്കാൻ പലതുകൊണ്ട് കഴിയത്തില്ലെങ്കിൽ പോലും ശരിക്കും പറഞ്ഞാൽ മാഷിൻ്റെ ജീവിതത്തെ ഇത്ര മനോഹരമായിട്ട് വരച്ചു വച്ചിരിക്കുന്ന ഒരു ചെറുകഥയാണ്. ആ കൊടുങ്ങല്ലൂരിൻ്റെ പരിസരം, അമ്പലം, അതിൻ്റെ മുമ്പിലെ ആൽത്തറ, അവിടെ ചായ കുടിക്കുന്നത്, സല്ലാപങ്ങൾ, മാഷിൻ്റെ ഗാനങ്ങൾ ഒക്കെ ആയിട്ടാണ് അതിങ്ങനെ കടന്നു പോകുന്നത്. അത് വായിക്കുന്ന ഒരാൾക്ക് മാഷിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചെടുക്കുന്നത് പോലെ മാഷിൻ്റെ ആ രൂപവും ഭാവവും ഒക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ആവാഹിച്ചെടുക്കുന്ന ഒരു പ്രതീതി അതുണ്ടാക്കി. വളരെ സന്തോഷം തോന്നും. കാരണം ഇപ്പം അങ്ങനെ പതിപ്പുകൾ ധാരാളം ഇറങ്ങുന്നു. മുൻകൂട്ടി പറയും ഇന്നാരെ കുറിച്ചൊരു കഥ എഴുതുക. ആഭേരി ഗാനമിത്ര പ്രസിഡന്റ് ഡോക്ടർ പ്രകാശ് കൈമൾ അധ്യക്ഷത വഹിച്ചു. LP സത്യപ്രകാശ്, അഡ്വക്കേറ്റ് MA അൻസാരി, R ശശിധരൻ, കലാലയം ഗോപാലകൃഷ്ണൻ, ശോഭന രാജേന്ദ്രൻ, PC രവി തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. P. ഭാസ്കരൻ, ONV ദേവരാജൻ എന്നിവരുടെ ഗാനങ്ങളുടെ അവതരണവും നടന്നു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 8360 രൂപ, പവന് 66,880 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.